ഈ ഗാന്ധിയെക്കുറിച്ച് എനിക്ക് കുറേ കാലമായിട്ടൊരു സംശയമുണ്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ പറ്റില്ല. അതിൽ ഒരെണ്ണം ഇപ്പോൾ ചോദിക്കുന്നു. അതായത് ഗാന്ധി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ലോകത്തെമ്പാടുമുള്ള മാനവരാശിയുടെ സ്വാതന്ത്ര്യം ഗാന്ധിജിയുടെ ഒരു തൃഷ്ണയായിരുന്നു എന്നൊക്കെ പറയാം. എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയുന്നുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അറബ് രാജ്യങ്ങളുടെ ഒരു സ്വാതന്ത്ര്യ പോരാട്ടം, അതിനു വേണ്ടിയിട്ട് ഗാന്ധി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അറബ് രാജ്യങ്ങളുടെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കോളനി വാഴ്ചയ്ക്കെതിരെ സമരം നയിക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ച ഒരാളാണ് അദ്ദേഹം. തിരിച്ച് 1916 ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്തു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും അത് ഹിന്ദുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപൂർവമായിട്ട് ചില മുസ്ലിങ്ങളുണ്ടായിരുന്നു, അല്ലാണ്ട് വേറൊന്നുമില്ല. കാരണം കോൺഗ്രസ് എന്നൊരു ഹിന്ദു പാർട്ടിയായിരുന്നു. ഹിന്ദു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. അങ്ങനെയാണ് 1906 ഡിസംബർ 31 അവർ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. കാരണം ഇത് രണ്ടും യോജിച്ചു പോകില്ല, ഞങ്ങൾ വേറെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗാന്ധിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ഒരു 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 പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിങ്ങളെ കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കി മാറ്റിയിട്ട് ഒരു ഏകീകൃത സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷിന് വേണ്ടി നയിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ മുസ്ലിങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. മുസ്ലിങ്ങൾ ഒരുപാട് ഉപാധികൾ വെക്കുകയും അവർക്ക് ഏറ്റവും പരമപ്രധാനം അവരുടെ മതമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നുകൊണ്ട് അവരതിന് തയ്യാറായിരുന്നില്ല. അവരുടെ ഭാഗത്ത് അവരുടെ ന്യായങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് 1916 മുതൽ 18 വരെയുള്ള കാലത്താണ് അറബ് റിവോൾട്ട് എന്ന് പറയുന്ന കാര്യം വന്നത്. എന്താണെന്ന് വെച്ചാൽ അറബ് വസന്തം വിപ്ലവം അറബ് വസന്തം പിന്നീടാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തുർക്കി, അവർ ഈ അറബ് രാജ്യങ്ങളെ മുഴുവനും കോളനികളായിട്ടാണ് കരുതിയിരുന്നത്. അവരുടെ കോളനി സാമ്രാജ്യം അവിടെ, ഇവർ കോളനി. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അറബിവൽക്കരണത്തിന് എതിരെ നടന്ന വിപ്ലവമാണ് ഈ പറഞ്ഞ അറബ് റിവോൾട്ട്. ആ അറബ് റിവോൾട്ടിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മെക്കയിലെ ഷെരീഫ് എന്ന്, ബോംബെ ഷെരീഫ് ഉണ്ടായിരുന്നു. ഈ ഷെരീഫ് എന്നുള്ളൊരു സ്ഥാനം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കി കൊടുത്തു. ഒരു പേരല്ല, ഒരു സ്ഥാനമാണ്. സ്ഥാനമാണത്. ഷെരീഫ് എന്ന് പേരുണ്ട്. പക്ഷേ ബോംബെ ഷെരീഫ് ഉണ്ട്, മെക്ക ഷെരീഫ് ഉണ്ട്, ഒരു പദവിയാണ്. ഈ മെക്ക ഷെരീഫിൻ്റെ പേര് ഹുസൈൻ എന്നായിരുന്നു. ഹുസൈൻ ബിൻ അലി. ഈ ഹുസൈൻ ബിൻ അലിയും അദ്ദേഹത്തിൻ്റെ മക്കളായ അലി ഫൈസൽ അബ്ദുള്ള, ഇവരും പിന്നെ ലോറൻസ് ഓഫ് അറേബ്യ കേട്ടിട്ടുണ്ടാവും, സിനിമയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ, ലോറൻസ് ഓഫ് അറേബ്യ, ടി ലോറൻസ്, ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ഈ തുർക്കിക്കെതിരെയുള്ള അറബ് കലാപം നയിച്ചത്. അപ്പോൾ അത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമാണ്. ആ യുദ്ധത്തിൽ അതിൻ്റെ ഫലം എന്തായിരുന്നു വെച്ചാൽ, തുർക്കി തോറ്റുപോയി. അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ വിജയിച്ചു. തുർക്കിയെ 4 ആക്കി പങ്കുവെച്ചു. അറബ് രാജ്യങ്ങൾക്കൊക്കെ അതോടുകൂടി സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിലെ അർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ഇത് മാറി വേറൊന്ന് വന്നു എന്നല്ലാണ്ട് അവർ ആഗ്രഹിച്ച രീതിയിൽ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് വന്ന സമയത്ത് ഗാന്ധി ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ, അറബി ഒഴികെ ഉള്ള മുസ്ലിങ്ങൾ, ഈ മറ്റേ ഇത് ഖലീഫയുടെ ഭരണം, സാമ്രാജ്യം, ഇസ്ലാമിക സാമ്രാജ്യം, ഖലീഫയുടെ കീഴിലുള്ള ഇസ്ലാമിക സാമ്രാജ്യം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ആ സമരത്തെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഖലീഫയുടെ ഭരണം സ്ഥാപിക്കലാണ് ഖിലാഫത്ത്. ഗാന്ധി ഖിലാഫത്തിനെ കയറി അങ്ങ് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അറബ് രാജ്യങ്ങളെപ്പോലെ തന്നെ ഇതര ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിം ജനങ്ങളും ഇതിന് അനുകൂലമായിരുന്നില്ല. ഖിലാഫത്തിന് അനുകൂലമായിരുന്നു, ജിന്നെതിരായിരുന്നു. എന്തിനാണ് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് പാടുവിടുന്നത്? ഒരു ഖിലാഫത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ.
എന്നിട്ട് ഞാനതിൻ്റെ തലവനായിട്ടിരിക്കാമല്ലോ. ഞാൻ എന്തിനാണ് ഈ തുർക്കിയിലെ സുൽത്താന ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നു. ഞാൻ എന്തിനാണ് ഈ പെടാപ്പാട് പെടുന്നത് എന്നുള്ള ലളിതമായ യുക്തി വെച്ചുകൊണ്ട് അവരതിനെ എതിർത്ത്. ആകെ ഖിലാഫത്തിന് ഒരു വേരോട്ടം ഉണ്ടായത് എവിടെയെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമാണ്. മലബാർ അതാണ് മലബാർ വംശഹത്യയായിട്ടും കലാപമായിട്ടും മാറിയത്. അതിന് ഗാന്ധി പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആഗോള അടിസ്ഥാനത്തിൽ മുസ്ലിം സാമ്രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർ ദുഃഖിതരാണ്. ഈ ആപത്ത് കാലത്ത് അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഗാന്ധി കരുതിയത്. അത് അപ്പാടെ തെറ്റിപ്പോയി. ഗാന്ധി എടുത്തേക്കുന്ന പല കാര്യം ഗാന്ധി തെറ്റുപറ്റാത്ത ആളല്ല. ഗാന്ധിയന്മാർ പിന്നീട് ഗാന്ധിക്ക് തെറ്റേ പറ്റിയിട്ടില്ല എന്ന് പറയുമെങ്കിലും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുള്ള ഒരാളാണ് ഗാന്ധി. ആ തെറ്റുകളൊക്കെ ഗാന്ധി ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിയുടെ ഒരു മഹത്വം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, എനിക്ക് തെറ്റുപറ്റുകയും ആ തെറ്റുകൾ ലോകത്തിൻ്റെ മുൻപാകെ ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കരുത്തുള്ളവനായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഗാന്ധി ശിഷ്യന്മാരായിട്ട് വരുന്നവരുടെ ഗൂഢോദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അതുകൊണ്ട് ഗാന്ധി ശിഷ്യരായ ഞങ്ങൾക്കും തെറ്റില്ല എന്നാണ്. ലളിതമാണ് യുക്തി. അങ്ങനെയാണ് ഗാന്ധിയേക്കാൾ വലിയ ഗാന്ധി ശിഷ്യന്മാരുണ്ടായ സ്ഥലം. അവർ ലോകത്തിനെ നന്നാക്കാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധി ഉപദേശിച്ചിട്ടില്ല, ഗാന്ധി പ്രവർത്തിക്കുകയായിരുന്നു. ഗാന്ധി ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രവർത്തിക്കുകയായിരുന്നു. ഗാന്ധി ശിഷ്യന്മാരുടെ പ്രത്യേകത അവർ പറഞ്ഞതൊന്നും പ്രവൃത്തിയില്ല, പറയൽ മാത്രമായിരുന്നു. അതിപ്പോൾ കേരളത്തിലെ ഗാന്ധിയന്മാരുടെ കാര്യം തന്നെ എടുത്താൽ തന്നെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഗാന്ധിക്കുള്ള ഒരു വലിയ ആദരവും ബഹുമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് ഗാന്ധി ശിഷ്യന്മാർക്കും ഈ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഖിലാഫത്ത് സമരത്തിൻ്റെ ഭാഗമായി മലബാറിൽ നടന്ന മാപ്പിള കലാപത്തെ ഗാന്ധി ശക്തമായിട്ട് എതിർത്ത്. അതെ, അതിനുശേഷം ഗാന്ധി എഴുതിയിട്ടുള്ള ഇവർക്ക് പ്രാന്താണെന്ന് പറഞ്ഞു. അതെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് അത് ഏറ്റുപറഞ്ഞില്ല. അവിടെ അവർ ഗാന്ധിയെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് അന്നേ തുടങ്ങി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ന് ചാലപ്പുറത്തായിരുന്നു കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. കോൺഗ്രസിൻ്റെ സകല ഹെഡ്ക്വാർട്ടേഴ്സ് ചാലപ്പുറമാണ്. അങ്ങനെ ചാലപ്പുറം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രീതി കൂടി അതിനുണ്ടായിരുന്നു. ആ ചാലപ്പുറത്തുള്ള കുറച്ച് മേനോന്മാർ ചേർന്നിട്ടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ പേടിയായിരുന്നു. അവർക്ക് വലിയ ജനസ്വാധീനമൊന്നുമില്ല. കാരണം ആകെ കോൺഗ്രസിൻ്റെ യോഗത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് ഈ ഖിലാഫത്തിന് വേണ്ടിയിട്ട്, മാപ്പിള കലാപത്തിന് മുമ്പായി ഖിലാഫത്ത് സമരം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന യോഗത്തിൽ 18,000 പേര് പങ്കെടുത്തു. 18,000 പേര് പങ്കെടുത്തു. ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മഹാസംഭവമാണെന്ന് KP കേശവമേനോൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. സാധാരണ കോൺഗ്രസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 500 പേര്, അതിൽ കൂടുതലൊന്നും തന്നെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. എല്ലാ ഹിന്ദുക്കളും കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും അന്ന് ഈ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പോയിരുന്നവരൊക്കെ പ്രമാണിമാരായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ് പോയിരുന്നത്. പ്രമാണിമാരല്ലാത്തവർ അതിനകത്തൊന്നും പങ്കെടുത്തിട്ടില്ല, കാര്യമായി പങ്കെടുത്തിട്ടില്ല. പ്രമാണിമാർ ഏത് സമൂഹത്തിലുണ്ടെങ്കിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. കാരണം അവർക്കായിരുന്നു ബ്രിട്ടീഷുകാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റായിട്ട് നഷ്ടം സംഭവിച്ചത്. അവർക്കാണ് നഷ്ടം സംഭവിച്ചത്. പക്ഷേ ഇതിൽ പ്രചോദിതരായിട്ട് പലരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധിയിലുള്ള സ്വാധീന നിമിത്തമാണ് ഗാന്ധിയെ കാണാനും ഗാന്ധിയെ തൊടാനും ഗാന്ധി പറയുന്നത് കേൾക്കാനും വേണ്ടിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടുന്ന് കോഴിക്കോട് പോയി, എന്നുവെച്ചാൽ കയ്യെത്താഞ്ഞിട്ട് കോലുകൊണ്ട് തോണ്ടിയെടുത്ത് വെച്ചു എന്ന് പറയില്ലേ, ആ രീതിയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് കോഴിക്കോടായതുകൊണ്ട് വൈക്കത്തുനിന്ന് വണ്ടി കയറി, കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്ത് കോഴിക്കോട് സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ജയിലിൽ പോയത്. കാരണം ഇവിടെ പങ്കെടുത്തിട്ട് തിരുവിതാംകൂറിലില്ല. ഈ തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യ സമരം ഇല്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യ സമരം വേണ്ട. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ബ്രിട്ടീഷ് മലബാർ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെയാണ്
സ്വന്തം രാജ്യക്കാർക്കെതിരെയല്ല സമരം. അതുകൊണ്ട് നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യ സമരം വേണ്ട. ബ്രിട്ടീഷ് മലബാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം നടന്നത് മുഴുവൻ അവിടെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കൊച്ചിയിലെയും തിരുവിതാംകൂറിലെ, അത് കൺഫേർഡ് സമരങ്ങളാണ്. ഈ കൺഫേർഡ് സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചു കൊടുത്തു. അല്ല, അങ്ങ് കണക്ക് കൂട്ടി കൊടുത്തു. പുന്നപ്ര വയലാർ 48-ലാണ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ്. അതെ. അപ്പോൾ ഈ കൺഫേർഡ് സ്വാതന്ത്ര്യ സമര സേനാനികൾ മാത്രമേ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഉള്ളൂ. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ മലബാറിലാണ്. ആ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്ന അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ പോയിട്ട് ഇത് ചെയ്തത്. തിരുവിതാംകൂറിലെ പ്രജയാണ് അവിടെ പോയിട്ടാണ് ചെയ്തത്. എന്നിട്ടാണ് ജയിലിൽ കിടന്നത്. ആ ജയിലിലാണ് മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് കൊച്ചിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ കൊച്ചിയിലെ സ്വാതന്ത്ര്യ സമരം വളരെ ലളിതമാണ്. കൊച്ചിയിലെ സ്വാതന്ത്ര്യ സമരം ഇവിടെ വരും. കെ പി മാധവനാരുടെ മില്ലുണ്ട്. കെ പി മാധവനാരുടെ മില്ലിനോട് ചേർന്ന് 2 കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഊട്ടുപുരയുണ്ട്, 2 ഖദർ വിൽക്കുന്നൊരു ഖാദി സ്റ്റോറും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കെ പി മാധവനാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ തന്നെ ഊണ് കൊടുക്കും. ഊണ് കൊടുക്കുന്നതിന് മുൻപ് അയാൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഖാദി സ്റ്റോറിൽ പോയിട്ട് ഖദർ എടുത്തിട്ട് മറ്റേ ജുബയും മുണ്ടും കൊടുക്കും. അപ്പോൾ അതിട്ട് ഊണും കഴിച്ച് ഇത് കോൺഗ്രസ് ആയാണ് ചെയ്യുന്ന. അല്ലാതെ ഇവിടെ ചാപ്പാട് ഉടുപ്പും കൊടുത്ത് അല്ലാതെ ഇവിടെ ഒന്നും സ്വാതന്ത്ര്യ സമരം ഇല്ല എന്ന്. ഇതൊക്കെ വെറുതെ നമ്മൾ കെട്ടിച്ചമച്ചതല്ലേ, കെട്ടിച്ചമച്ചുണ്ടാക്കി എടുത്തിട്ടാണ് പറയണ. പിന്നെ ഭയങ്കരമായി ഇത് ഉള്ള ചില വിദ്യാർത്ഥികളൊക്കെയാണ് 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ മറ്റേ എബ്രഹാം മാഷ് ഉണ്ടല്ലോ, KPC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന, ഗവർണറൊക്കെ ആയിപ്പോയ എബ്രഹാം മാഷാണ് ഈ മറ്റേ ഇവിടെയുള്ള ചെറായിലുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ 3 വിദ്യാർത്ഥികളാണ് PK ബാലകൃഷ്ണൻ, NA കരീം, CK കരീം. ഇവർ 3 പേരും സ്വാതന്ത്ര്യ സമരം സഹിക്കവയ്യാതെ അവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവരെ 3 പേരെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത്. അപ്പോൾ NA കരീമും CK കരീമിനും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ പോയിട്ട് മറ്റേ ഇവിടെ പാലക്കാട് പോയിട്ട് വിക്ടോറിയ കോളേജിൽ ചേർന്നിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ട് പിന്നെ 2 പേരും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അതിന് പഠിക്കാനുള്ള പാങ്ങ ഉണ്ടായിരുന്നില്ല ആൾക്ക് PK ബാലകൃഷ്ണനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇത് NA കരീം സാറ് പറഞ്ഞിട്ടുണ്ട്. NA കരീം സാറായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇവിടുന്ന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷമാണ് തിരിച്ചുകൂടെ വരുന്നത്. പുള്ളി ഇവിടെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് പുള്ളിയെ പുറത്താക്കിയ എബ്രഹാം മാഷ് KPC പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. അത് ശരി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ ഇതാണ് കേരളത്തിലൊരവസ്ഥ. പക്ഷെ സ്വാതന്ത്ര്യ സമരം നടന്ന അവിടെയാണ്. പക്ഷെ ഇങ്ങനെ ഇതിനകത്ത് ഗാന്ധിയുടെ ഈ തീരുമാനത്തിൽ ഒരു വൈരുദ്ധ്യം കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് ലീഗ് അറബ് റിവോൾട്ട് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ സ്വാശ്രയത്വത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അറബ് ജനത ചെയ്തതാണ്. അപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ സ്വാശ്രയത്വത്തിന് വേണ്ടി ഈ മറ്റെന്താണ് കോളനിക്ക് വിരുദ്ധമായ നിലപാട് ഗാന്ധി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യത്തിൽ ഇവരെ പിന്തുണക്കാതെ തുർക്കിയെ പിന്തുണച്ചതിൽ ഒരു തെറ്റില്ലേ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ചെയ്തത് ഗാന്ധി ആയതുകൊണ്ട് എല്ലാം ശരിയാകണമെന്നില്ല. കാരണം ഇതും കൂടി വേണമല്ലോ. അത് ചെയ്തില്ല. അത് അറബ് ജനത അതിൻ്റെ പേരിൽ വലിയ വില കൊടുത്താണ് അവരത് നേടിയെടുത്തത്. പിന്നീടാണ് അവർക്ക് ഇത് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 36 ആ കാലം വരുമ്പോഴാണ് അവർക്ക് കുറേ കൂടിയൊക്കെ ഈ കോളനികളൊക്കെ വിട്ടൊക്കെ പോകുന്നത്. കാരണം അന്ന് കോളനി വിട്ടുപോകാനുള്ള കാരണം എന്താ അറിയാമോ? അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ അന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ യൂറോപ്യന്മാർ മുഴുവൻ വെട്ടുകിളികളില്ലേ, വെട്ടുകിളികളെ പോലെ മറ്റേ വൈലോപ്പിള്ളി പറയുന്ന രീതിയിൽ നഷ്ടവസന്ത സ്ഥലികളിൽ നിന്നും പുഷ്ടവസന്ത സ്ഥലികളിലേക്ക് വരുന്നത് എന്ന് പറയുന്ന രീതിയിൽ നഷ്ടവസന്ത സ്ഥലികൾ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. പക്ഷെ അറബിയിൽ ഒന്നും ഇല്ലാതിരുന്ന കാരണം ഒന്നുമില്ലാത്തവർക്ക് താല്പര്യം ഉണ്ടായിരുന്നാൽ അവർ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് 36-ലാണ് എണ്ണ കണ്ടെത്തുന്നതും
എണ്ണ കണ്ടെത്തിയ ആ ദിവസം മുതൽ അറബികളുടെ ആധിപത്യം ആർക്ക് കിട്ടി? അമേരിക്കക്ക് കിട്ടി. അങ്ങനെയാണ് അരാംകോ വരുന്നത് സൗദിയിൽ. അരാംകോ ആണല്ലോ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായിട്ട് വന്നതും എണ്ണ എടുക്കുന്നതും. ആ അരാംകോ അമേരിക്കയുണ്ട്. മാത്രമല്ല അമേരിക്ക ഒരു കാര്യം കൂടി ചെയ്തു, നിങ്ങളെ രക്ഷിക്കാനുള്ള സൈന്യത്തെ ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മിക്കവാറും അറബ് രാജ്യങ്ങളിലൊക്കെ പട്ടാളത്തെ കൊടുത്ത് അതിൻ്റെ കാശും അമേരിക്ക അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ ഈ കാര്യത്തിൽ ഗാന്ധിയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അതെന്താണ് അതിൻ്റെ കാരണം? ഗാന്ധി പറയുന്നതൊന്നും ഒരു കാരണമല്ല. പിന്നെ അത് തന്നെയല്ല, വേറൊരു കാര്യം, തുർക്കിയിലെ സുൽത്താൻ അധികാരം കിട്ടാതിരിക്കുകയോ ചെയ്യുന്നതിൽ ഇന്ത്യക്ക് എന്ത് കാര്യം? ഇന്ത്യക്ക് എന്താ കാര്യം? അത് ഇനിയും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ മലബാർ കലാപം, വാഗൺ ട്രാജഡി, തേങ്ങാത്തുല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ടെന്നുള്ള കാര്യം അറിയണ്ടേ? കാരണം അറബ് ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്ന് നമ്മൾ ചെയ്യാതെ അറബ് ജനതയെ അടിമകളാക്കി സൂക്ഷിച്ചിരുന്ന തുർക്കിക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്തു എന്നുള്ളൊരു വൈരുദ്ധ്യം നമ്മുടെ തീരുമാനത്തിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.